എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ബീഫ് ഓംലെറ്റ്. ബീഫ് ഓംലെറ്റ്. അപ്പോൾ നമ്മൾ ബീഫ് വെച്ചിട്ടുള്ള ഓംലെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെച്ചേക്കണ ബീഫ് എടുത്ത് നേരെ നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുകയാണ്. ഇതേ കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതേ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇനി ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഓംലെറ്റിനുള്ള മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള നമ്മൾ കുനുകുനാ നുറുക്കി വെച്ചേക്കുന്നത് എടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മല്ലിയില, മുളക് കുനുകുനാ അരിഞ്ഞത്, തക്കാളി നോക്കി. ഇതെടുത്ത് ഇനി നേരെ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതേ സമയങ്ങളിലുള്ള നമ്മുടെ ഓംലെറ്റിനുള്ള മിക്സ് ഇതേ എടുത്ത് നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് മറിച്ചിടൽ പണികൾ തുടങ്ങാറായി. അടിപൊളി. വേവൊക്കെ ഇതേ സെറ്റുണ്ട്. കറക്റ്റ് ടൈമിങ്ങാണ് നമ്മുടെ. ആഹാ, നമ്മൾ വിചാരിച്ചിരുന്നത് ഈ സാധനത്തിന് വന്നത്. ഓക്കെ കണ്ടാ, നമ്മുടെ പൊറോട്ടയൊക്കെ പതിപ്പി വെച്ചേക്കണ അരി